ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹാൻഡ് സാനിറ്റൈസർ ഓട്ടോമാറ്റിക് മെഷീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള എല്ലാ പ്രോഡക്റ്റുകളും സാധനങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഞാൻ ഇതിൻ്റെ സൈസ് എല്ലാം സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ സാധനങ്ങൾ ചോയ്സ് ചെയ്യുക. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് വേണ്ടത്. സാധാരണ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പും അതിൻ്റെ ക്യാപ്പുമാണ് വേണ്ടത്. എൻ ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ സാധാ PVC പൈപ്പിൻ്റെ ഒരു വശം മെഷീൻ കട്ടിങ്ങുകൾ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വശം മെഷീൻ കട്ടുണ്ടെങ്കിൽ മറ്റേ വശം മാത്രം നമ്മൾ ശ്രദ്ധിച്ച് മുറിച്ചാൽ മതി. ഏകദേശം ലെവലിൽ മുറിക്കണം എന്നില്ല, അത്യാവശ്യം ലെവലിൽ തന്നെ മുറിക്കുമായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. പിന്നെ ഒരു വശം മെഷീൻ കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് നിലത്ത് വയ്ക്കുമ്പോഴും നല്ല സ്റ്റേബിളായിട്ട് ഇരുന്നോളും. അത്ര നന്നായിട്ട് നമുക്ക് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെഷീൻ കട്ടിങ്ങുള്ള ഭാഗം നോക്കി എടുക്കുക. അപ്പോൾ ഞാനത് 3 ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. 3 എൻ ക്യാപ്പിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ, 2 എണ്ണം മതി. ഞാൻ പ്ലാൻ ചെയ്തതും ഒരെണ്ണം ബേസായിട്ട് കൊടുക്കാമെന്ന് ഓർത്തിരുന്നതായിരുന്നു. അപ്പോൾ ഇത് നല്ല സ്റ്റേബിൾ ആയതുകൊണ്ട് ഉരുണ്ടിരിക്കണമൊന്നുമില്ല മേൽഭാഗം. ചില എൻ ക്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ബേസ് ഉരുണ്ടിരിക്കണമായിരിക്കും. അങ്ങനെയുള്ളത് എടുക്കാതിരിക്കുക. മാക്സിമം നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള എൻ ക്യാപ്പ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാപ്പാണ് വേണ്ടത്. 3 എണ്ണം വേണ്ട, 2 ക്യാപ്പും മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു ഉദ്ദേശത്തിൽ 3 എണ്ണം എടുത്തായിരുന്നു, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയാണ്. എല്ലാത്തിൻ്റെ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് മോഡ്യൂളാണ് ഏതൊക്കെ സർക്യൂട്ട് ഉപയോഗിക്കേണ്ടതെന്ന്. ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു 1/2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി വേണം. അത് നിങ്ങളുടെ PVC പൈപ്പിൻ്റെ ഉള്ളിൽ കയറാവുന്ന ടൈപ്പ് തന്നെ കുപ്പി വേണം. സൈസ് എത്രയായാലും കുഴപ്പമില്ല, PVC പൈപ്പിൻ്റെ ഉള്ളിൽ കയറണം. അത് തന്നെയാണ് നമ്മുടെ മെയിൻ നിർബന്ധം. പിന്നെ ഈ പൈപ്പ് ഇതിൻ്റെ ആയാലും അത്യാവശ്യം കട്ടിയുള്ള കുപ്പി എടുക്കുക. പിന്നെ ഇതൊരു IR മോഡ്യൂളാണ് വേണ്ടത്. അപ്പോൾ ഈ മോഡ്യൂൾ ആയാലും 75 രൂപ 80 രൂപ അങ്ങനെ എന്തോ റേഞ്ചേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഗ്രൗണ്ട്, അതൊരു VCC സിഗ്നൽ, ഇതുപോലെ 3 കണക്ഷനേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു 5 വോൾട്ട് സാധാ മോട്ടറാണ്. സാധാരണ മറ്റേ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ലിങ്ക് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എടുക്കുക. അതിൻ്റെ മേളിലുള്ള BMS ബോർഡാണ്, അത് നമ്മൾ സെപ്പറേറ്റ് ഊരി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു TIP 32C എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്ററാണ്. ഇത് നമുക്ക് വേണം. അപ്പം നിങ്ങൾ M4ടെക്കിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണേ, പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ടുള്ള സർക്യൂട്ടാണ്. പിന്നെ 5 വോൾട്ടിൻ്റെ ഒരു റിലേ വേണം. ഈ റിലേ നിർബന്ധമാണ്. 5 വോൾട്ടിൻ്റെ റിലേ കിട്ടുമെന്ന് നോക്കി. അപ്പോൾ 3.7 3 വോൾട്ടിൻ്റെ റിലേ ഒക്കെ കിട്ടാനുണ്ട്. അത് കുറച്ച് റെയറാണ്, അത് കിട്ടിയാലും മതി. 5 വോൾട്ട് റിലേ മിനിമം വേണം. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് കണക്ഷൻ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏത് സർക്യൂട്ട് ഉണ്ടാക്കണേക്കാളും മുമ്പ് ഒരു ബ്രെഡ് ബോർഡ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അവസാനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കായാലും നമ്മൾ വെറുതെ ഇപ്പം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസ്പോണ്ട് ശരിക്കും മനസ്സിലാവും. നമ്മൾ കൈ വെക്കാനനുസരിച്ച് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ M4ടെക്ക് ചേട്ടായിയൊക്കെ ഉപയോഗിച്ചേക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ മോട്ടർ ലോഡ് വരുമ്പോൾ ഒരിക്കലും ഈ TP32C ശരിക്കും എടുക്കില്ല. അപ്പോൾ TP32ൽ അത്ര ആംബിയർ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ ആ സർക്യൂട്ടിൽ ചെറിയൊരു പോരായ്മ അതാണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൽ എത്ര വലിപ്പമുള്ള മോട്ടർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു സാധാ PCB ബോർഡിൽ ഇതിന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതൊരു ചെറിയ 1K റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്, മറ്റേ റിലേ ഇട്ടിട്ടുണ്ട്. ഈ കണക്ഷൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ വർക്ക് ആവാതെ വരും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇതിപ്പം ഒരു LM7805 വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ 1 വാട്ടിലാണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ താഴെ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമടിക്കുന്ന ആളൊന്നുമല്ല, അത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ്. നമ്മൾ M4ടെക്കിലൊക്കെ ഒരു ചേട്ടായി കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, കുപ്പി കണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അതുപോലെ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരെണ്ണം ഇട്ടേക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ നോബ് വെച്ച് ഈ കുപ്പിയുടെ അടിഭാഗം തുളച്ചതിന് ശേഷം ഈ നോബ് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് കയറുമ്പോൾ ഒരുപാട് ലൂസ് ഇല്ലാതെ മാക്സിമം നോക്കാം. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. നമ്മൾ ഇളക്കി നോക്കുമ്പോഴൊന്നും ഒരുപാട് അത്യാവശ്യം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ കിട്ടണം. കാരണം വെള്ളമില്ല, ആൽക്കഹോൾ ഒഴിക്കാനുള്ളത്. അപ്പം ലൂസായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലീക്ക് വരും. അപ്പം മാക്സിമം ടൈറ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കുക. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പശ Araldite ആണ്. അപ്പോൾ നിങ്ങൾ ഈ പശ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഇത് അത്യാവശ്യം എയർ ടൈറ്റ് ആവുന്ന പശ തന്നെയാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ ശരിക്കും പറഞ്ഞാൽ 24 hours വേണം, 24 മണിക്കൂർ വേണം, അല്ലാതെ ഈ പശ ഉണങ്ങില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം മൊത്തം വയ്ക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഇത് ഉണങ്ങില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പശ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ മേശയുടെ അടിയിൽ കൊണ്ട് വയ്ക്കേണ്ടത്. കാരണം ഒരു ദിവസം പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ മാക്സിമം ഒരു ദിവസം വെച്ചിരുന്ന് നോക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ ഡ്രില്ലിട്ട് ഇതുപോലെ ഹോള് തുളയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കട്ട് ചെയ്യണ വട്ടത്തിലുള്ളൊരു സംഭവം കിട്ടും. നമുക്കത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡ്രില്ലിട്ട് തുളയ്ക്കുക. അപ്പോൾ കുപ്പി ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ചുമ്മാ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കുപ്പിയുടെ മേളത്തെ ക്യാപ്പിൻ്റെ അളവിൽ കിട്ടും.
എന്നിട്ട് ചെറിയ ഡ്രിൽ ബിറ്റ് ഇട്ട് തുളയ്ക്കാൻ ശ്രമിക്കുക. വലിയ ഡ്രിൽ ബിറ്റ് ഇട്ട് തുളയ്ക്കരുത്, കാരണം സൈഡ് എഡ്ജ് കൂടി വരും, പിന്നെ നമുക്ക് രായി കളയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ മാക്സിമം കുഞ്ഞ് ഡ്രിൽ ബിറ്റ് ഇട്ട് തുളയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുപ്പി മേളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു മാർക്കർ വെച്ച് വരച്ചാൽ അത് ഇപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹോള് നിങ്ങൾക്ക് കറക്റ്റ് ഒരു അളവിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ശ്രമിച്ച് വരയ്ക്കാൻ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫഷൻ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതുകൊണ്ട് ബിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞു ബിറ്റാണ്. ഇതങ്ങാണ്ട് 2 mm 3 mm ബിറ്റാന്ന് തോന്നുന്നു. 2 mm 1 mm അങ്ങാണ്ടുള്ള ബിറ്റുള്ളൂ ഇത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ബിറ്റ് തന്നെ ഉപയോഗിച്ച് തുളയ്ക്കാൻ നോക്കുക. അപ്പോൾ ഫുള്ള് ഞാൻ തുളച്ചതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ തുളച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ തുളച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ഒന്നും വരുമൊന്നുമില്ല. പിന്നെ നമ്മളത് ഫിനിഷിംഗ് ആക്കി എടുക്കണം. അതിനുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സൈഡിൽ നമുക്ക് ഒരുപാട് ഗ്രിപ്പ് കയറി വരും. അപ്പോൾ ഇത് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഗ്രൈൻഡ് ചെയ്യുക, സാൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചേക്കണേ ഒരു 80-ൻ്റെ സാൻഡ് പേപ്പറാണ്. 80 or 60 ഏതായിട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപയോഗിക്കാം. അത് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് 5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈ ഷേപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം ശരിക്കും കമ്പനി ഡ്രില്ല് ഹോൾ ഇട്ട പോലെ തന്നെ കാണും. അത്ര ഫിനിഷിംഗ് ഉണ്ട് നമ്മളിപ്പോൾ ചെയ്ത വർക്കിന്. അപ്പോൾ കുപ്പി കയറ്റി കഴിയുമ്പോൾ കറക്റ്റ് അളവായിരിക്കും, നിങ്ങൾ നോക്കി അറിയാം. അപ്പോൾ കുപ്പിയുടെ സൈഡിൽ ചെറിയ വെട്ടമുള്ള 2 തുളയുണ്ട്. ആ തുളയൊന്നും വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് സംഭവം കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ പൈപ്പ് എല്ലാം വെക്കുമ്പോൾ അളവൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പശയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ ചെറിയ മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് മാർക്കും സ്കെയിലും വെച്ച് അളന്ന് നോക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവസാനം ചെയ്ത് കഴിയുമ്പോൾ കുപ്പി നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റിപ്പോവും. ഇവിടുന്ന് കറക്റ്റ് ഹോള് വളച്ചിട്ട് IR മോഡ്യൂൾ കയറ്റിയിട്ട് നമുക്ക് കുപ്പീൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. IR മോഡ്യൂൾ വെച്ച് കഴിയുമ്പോഴും തടസ്സം വരരുത്. അപ്പം അതിനുള്ള സ്ഥലവും ഇതിൻ്റെ പൈപ്പ് ഇടാനുള്ള സ്ഥലവും എല്ലാം നിങ്ങൾ അളന്ന് കറക്റ്റ് നോക്കണം. അളവ് ഒരിക്കലും തെറ്റിപ്പോരുത് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മേശയുടെ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു പേന വെച്ചിട്ട് പൈപ്പ് ചെറുതായിട്ട് ഉരുട്ടി കൊടുത്താലും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഈ കറക്റ്റ് പൈപ്പിൻ്റെ ലെവലിൽ അളവെടുക്കാൻ പറ്റും. അതല്ലാതെ മെത്തേഡ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു വയറെടുത്തിട്ട് കറക്റ്റ് ലെവലുള്ളൊരു വയറെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ പിടിച്ചിട്ടൊരു മാർക്കർ വെച്ചൊരു വര വരച്ചാലും കറക്റ്റ് കുപ്പിയുടെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് മാക്സിമം ലെവലായിട്ട് തന്നെ കണ്ടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് കയറ്റുമ്പോൾ ചെറിയ ടൈറ്റൊക്കെ വരും. അപ്പോൾ നമുക്കിത് ഒരെണ്ണം കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ഫ്രണ്ടിൽ കാണാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ മൊത്തം കട്ട് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ആയി. പക്ഷെ നമുക്ക് കട്ട് ചെയ്തേക്കണേ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയാണ് കിട്ടിയേക്കണേ. അപ്പോൾ ലെവൽ അറിയാൻ പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചാൽ എനിക്ക് പാടാണ്. അപ്പോൾ ഏകദേശം ഒരു എളുപ്പത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ടൈലിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊരു ലെവലപ്പ് കട്ടായിട്ടുണ്ട് ഉള്ളതെന്ന്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഏകദേശം ടൈലിൻ്റെ നേരെ ലൈനിൽ തന്നെയാണ് നിൽക്കണേ. അല്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗ്ഗം ഇത് ഈ ആസിൽ ബ്ലേഡ് വെച്ചിട്ട് നോക്കുമ്പോഴും കണ്ടോ, നിങ്ങൾക്ക് ലെവൽ കാണുമ്പോൾ അറിയാം ഏകദേശം ഒരു കറക്റ്റ് ലെവലിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലെവൽ നോക്കണമെന്നൊന്നുമില്ല, ഏകദേശം നിങ്ങൾ എങ്ങനെയും കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മൾ സാധനം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പണിയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് മൊത്തം ഒന്ന് സാൻഡ് ചെയ്ത് നേരെയാക്കണം. അപ്പം നമ്മൾ സൈഡൊക്കെ സാൻഡ് ചെയ്ത് നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു പണി എന്താണെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഹോള് IR മോഡ്യൂളിൻ്റെ ഹോളും മോട്ടറിൻ്റെ കണക്ഷനൊക്കെ വെക്കണേക്കാൾ മുമ്പ് ഇതൊക്കെ വെക്കണതിൻ്റെ സൈഡും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ മോട്ടറിൻ്റെ വെള്ളം വലിക്കുന്നതിൻ്റെ പ്രഷറും കുപ്പിക്ക് നല്ല എയർ ടൈറ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്യുക. അല്ലെങ്കിൽ വെള്ളം വലിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ആൽക്കഹോൾ പുറത്തോടെ കിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെള്ളം എന്ന് പറയുന്നത് അത് മാറിപ്പോണാറാണ്, ആൽക്കഹോളാണ്. അപ്പം നിങ്ങളിത് ചെക്ക് കറക്റ്റ് മോട്ടറിൻ്റെ സൈസൊക്കെ വെച്ച് മാർക്ക് ചെയ്യുക. ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മുടെ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും മാർക്കിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം, സ്കെയിൽ വെച്ച് തന്നെ അളന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഈ എൻഡ് ക്യാപ്പ് കയറുമ്പോൾ മൊത്തം കയറുമില്ല, നിങ്ങളത് ശരിക്കും ആലോചിക്കണം. ഈ എൻഡ് ക്യാപ്പ് ഒരിക്കലും നമുക്ക് 4-5 പൈപ്പിൽ ഫുള്ള് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ആൽക്കഹോൾ പുറത്തോട്ട് വരാനുള്ളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു IR മോഡ്യൂളിൻ്റെ 2 ഹോളും കൂടി ഇടാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. കാരണം ഞാൻ മൊബൈലായതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യണമെന്നും കാണിക്കാൻ പാടാണ്. മാക്സിമം ഞാൻ എൻ്റെ അടുത്ത് മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതി എല്ലാവരും ഒന്ന് മാക്സിമം ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ ഇതിന് ഹോൾ ഇടണേക്കാളും ഇതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ചുമ്മാ സാധാ CD മാർക്കർ ഉപയോഗിച്ച് തന്നെയാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ മാർക്കറും
ഏറ്റവും കുഞ്ഞ് ബിറ്റിട്ട് ആദ്യമേ 2 കുഞ്ഞ് ഹോൾ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ വലിയ ബിറ്റിട്ട് തുളയ്ക്കുക. അല്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പൈപ്പ് പിടിക്കുമ്പോൾ പൈപ്പ് തെന്നിപ്പോവും. ചെറിയ ബിറ്റിട്ട് ആദ്യമേ തുളയ്ക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് പ്രിസിഷനായിട്ട് തുളയ്ക്കാൻ പറ്റും. അപ്പം ഞാനിത് തുളച്ചതിനുള്ള ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് തുളയ്ക്കാൻ ഞാൻ ഉപയോഗിച്ചേക്കണം ഇതുണ്ട്. ചെറിയ ബിറ്റ് ഞാൻ ബിറ്റിട്ടിട്ടില്ല. ഇതുപോലത്തെ കുഞ്ഞ് ബിറ്റിട്ട് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിയ ബിറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ ആദ്യമേ കുഞ്ഞ് ബിറ്റ് കാണിച്ചു തരാം. ഉണ്ട്, കുഞ്ഞ് ബിറ്റിൻ്റെ അത് കിടപ്പുണ്ട്. കുറേ ബിറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ബിറ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്യണം, എന്നിട്ട് വലിയ ബിറ്റിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെയും കറക്റ്റായിട്ടുള്ള പ്രിസിഷൻ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ആണി വെച്ച് കുഞ്ഞൊരു തുളച്ചിട്ട് വെട്ടിട്ടിട്ട് തുളച്ചാലും മതി. അപ്പോൾ നമ്മൾ തുളച്ചതിന് ശേഷം ഇതുപോലെ കിട്ടും. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഹോള് കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മാർക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സ്വിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ ഇടണം, അതുപോലെ LED ഹോൾ ഇടണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് ഞാനിത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക. ഇതിപ്പോൾ സ്വിച്ചിൻ്റെ നമുക്ക് ചാർജ് പോർട്ട് കണക്ട് ചെയ്യണേ, LED ഓൺ ആവണേ, LED കണക്ട് ചെയ്യണേ, ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധാ ഹോൾ ബാക്കിൽ ഓർമ്മ ഇട്ടാൽ മതി. അത് മാർക്ക് ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റ് ഷേപ്പ് കിട്ടും. സ്വിച്ചിൻ്റെ ഹോൾ കറക്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ട് കാണാം. പിന്നെ അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചേക്കണ കളറ് മാറ്റ് ബ്ലാക്കാണ് അടിച്ചേക്കണേ. ഗ്ലോസി റെഡും കൂടെ 2 മിക്സ് കളറാണ് അടിച്ചേക്കണേ. ക്യാപ്പിന് ഗ്ലോസി റെഡും ബോഡിക്ക് മാറ്റ് ബ്ലാക്കുമാണ് അടിച്ചേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു മാച്ചിങ് ആയിട്ട് അടിച്ചാൽ അതുപോലെ ക്യാപ്പ് ഇടുന്ന ഭാഗത്ത് പെയിൻറ്റ് അടിക്കാതിരിക്കാൻ നോക്കുക. ക്യാപ്പ് കയറില്ല. പ്രത്യേകം പറയുവാണ്, നിങ്ങൾ ക്യാപ്പ് ഇടുന്ന ഭാഗത്ത് പെയിൻറ്റ് അടിക്കാതിരിക്കുക. അടിച്ചെങ്കിൽ തന്നെ അത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ക്യാപ്പ് ഇടാൻ നോക്കുക. അല്ലെങ്കിൽ ക്യാപ്പ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയി പോകും. അപ്പോൾ പിന്നെ തിരിച്ച് ഊരാൻ നോക്കിക്കഴിഞ്ഞാൽ ഊരാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാപ്പിൻ്റെ ഉള്ളിലും പെയിൻറ്റ് അടിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് അവസാനം വന്നേക്കാണെങ്കിൽ ഫിനിഷിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാൻഡ് ചെയ്ത് കളയാം. ഞാനൊന്നും ശ്രമിച്ചില്ല, കാരണം അതൊക്കെ അടിയിൽ പോകാനുള്ള. അപ്പോൾ പിന്നെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് IR മോഡ്യൂൾ ആദ്യമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 വയറും പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീളത്തിൽ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നീളം അവസാനം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എല്ലാം ചെയ്യണേക്കാളും അത്യാവശ്യം നീളത്തിൽ എല്ലാ കാര്യങ്ങളും ഇടാൻ ശ്രമിക്കുക. വയറുകളെല്ലാം നീളത്തിലിടുക. കാരണം വെച്ചാൽ അവസാനം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവസാനം കുറഞ്ഞു പോയി കൂടിപ്പോയെന്നൊരു പ്രശ്നം വരരുത്. പിന്നെ അത് ഊരിയെടുക്കാൻ നമുക്ക് വലിയ പാട് വരും. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങി. കുപ്പി സെറ്റ് ചെയ്തിട്ടുണ്ട്, മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ ഒരു സിപ്റ്റാക്ക് കേബിൾ ഉപയോഗിച്ചാൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോടെ ജസ്റ്റ് ഒന്ന് മോട്ടറൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അത് അതിൻ്റെ അകത്ത് ലിക്വിഡ് കിടക്കണേ. അപ്പം ആൽക്കഹോൾ കിടക്കണം. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്ത് കാരണം നിങ്ങൾ മാക്സിമം അങ്ങനെ ഉള്ളിച്ചാടാതൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഉള്ളിച്ചാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡൊക്കെ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാക്സിമം സിപ്റ്റാക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായി തന്നെ കുപ്പി ഇരിപ്പുണ്ട്. കുപ്പിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരുപാട് ഇരയ്ക്ക് കഴിഞ്ഞാൽ കുപ്പി തിളങ്ങിപ്പോവും. അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, കുപ്പി ഇച്ചിരി ബലമുള്ളത് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്യാവശ്യം സാധാരണ ഒരു കുപ്പി എടുത്തത് ഇപ്പോൾ നമ്മുടെ അവസാനം ചെയ്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ കുപ്പിയുടെ ഭാഗങ്ങളെല്ലാം വരും. അപ്പോൾ ഞാൻ സ്വിച്ചും ഒരു ലൈറ്റും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഫിറ്റ് ചെയ്താൽ മതി. ലൈറ്റ് ഇപ്പോൾ സ്വിച്ച് വെച്ചില്ലെന്ന് ഓർത്ത് കുഴപ്പമില്ല. ഞാൻ സ്വിച്ച് വയ്ക്കുന്നുണ്ട്. കാരണം സ്വിച്ച് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഈ IR മോഡ്യൂൾ കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ സ്വിച്ച് പെട്ടെന്ന് ഓഫാക്കുക. അല്ലെങ്കിൽ സാധനം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചില സർക്യൂട്ടുകളിൽ ആൾക്കാരത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ സ്വിച്ചിൽ LED കൊടുക്കുന്നുണ്ട്, ചാർജ് ചെയ്യുമ്പോഴൊക്കെ അറിയാനൊക്കെ വേണ്ടി. അപ്പോൾ ഇതിന് മേളിലൊരു കണക്ഷനോ കൊടുക്കേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് നേരിട്ട് മാനുവലായിട്ട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതാരും അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ IR മോഡ്യൂൾ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിലും സാധാരണ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ മനസ്സിലാവണില്ലെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡയഗ്രാം മനസ്സിലായില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഒരു ബാക്ക് ബൂസ്റ്റർ കൺവെർട്ടറും ഞാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് വെച്ചേക്കണേന്ന് വെച്ചാൽ DC to DC വോൾട്ടേജ് ബൂസ്റ്ററാണ്. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കണേന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 18650 സിംഗിൾ സെൽ ബാറ്ററിയാണ് ഉപയോഗിക്കണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് വന്നാലും നമുക്ക് മെഷീൻ വർക്കാവാതെ വരരുത്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കണത്. അപ്പോൾ ഈ ചെറിയ ബോർഡ് എന്നാന്ന് വെച്ചാൽ BMS ബോർഡാണ്, ബാറ്ററി സർക്യൂട്ട്. അപ്പോൾ ഈ 18650 ബാറ്ററി ഉപയോഗിക്കുമ്പം ഇതുപോട്ട് ഒരു BMS ഉപയോഗിക്കണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ 18650 കറക്റ്റ് ഇത് ചാർജ് ചെയ്യണം എന്നൊക്കെ നിർബന്ധമുണ്ട്. സാധാ ഒരു ബാറ്ററി പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധാ വോൾട്ടേജും കൊടുത്തിട്ട് ഒരുപാട് നേരം കുത്തിയിടാനൊന്നും പാടില്ല. 18650 സെല്ല് കംപ്ലയിൻ്റ് ആവും. അത് മിക്ക ആൾക്കാരും തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 18650 സെല്ല് കൊടുക്കുമ്പോൾ എപ്പോഴും BMS കൊടുക്കാൻ ശ്രമിക്കുക. BMSനോട് വിലയൊന്നുമില്ല, വില കുറഞ്ഞ BMS ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം കിട്ടിയ കാരണം ഇത് അഴിച്ചെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിംഗിൾ സെല്ലിൽ നമുക്ക് നല്ല സമയം ചാർജ് കിട്ടും. അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യണേ. നമ്മൾ ഒരുപാട് കറണ്ട് പോകാത്ത വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെയാണ് സർക്യൂട്ടെല്ലാം ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ മോഡ്യൂൾ വെച്ചേക്കണം. ബാറ്ററി ഇച്ചിരി വോൾട്ടേജ് ഡൗൺ ആയാലും നമ്മുടെ മെഷീൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം 12 വോൾട്ടാണ് മാക്സിമം ഞാനിത് ബൂസ്റ്റ് ചെയ്തിട്ടാണ്. ബൂസ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് കൂട്ടാവുന്ന അത്ര തന്നെ ഞാൻ കൂട്ടിയിട്ടുണ്ട് ബൂസ്റ്റർ മോഡ്യൂളിൽ. അപ്പോൾ മാക്സിമം ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് അടയ്ക്കണ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടച്ച് കഴിയുമ്പോൾ ഇതുപോലെ അവസാനം ലാസ്റ്റ് ലുക്ക് ഇത് ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ മേളിൽ സാധനം വെച്ചാൽ അപ്പോൾ വർക്ക് ചെയ്തില്ലേ ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ ടെസ്റ്റ് അടിച്ച് നോക്കാം.
അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവസാനം ചാർജിങ് പോർട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മൈക്രോ USB പോർട്ടാണ് കൊടുത്തേക്കണേ. ഒരു മോഡേൺ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സാധാ ചാർജർ വെച്ച് ചാർജിങ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് നോബ് കൊടുക്കണം. അത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ സെറ്റാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് സാധനം കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ട് വന്ന കാരണം സാധനം കിട്ടിയില്ല. കാരണം പിന്നെ തിരക്കും ആയിപ്പോയി. അപ്പോൾ സാധനം ആൾക്കോളെല്ലാം വന്നിട്ട് അവസാനം ഒരു ലുക്ക് ഇതാണ് നമ്മുടെ സാധനത്തിൻ്റെ ലുക്ക്. എല്ലാവർക്കും ഈ സാധനത്തിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. കാരണം നല്ല ഒരു മാറ്റ് പെയിൻറ്റും ഗ്ലോസി പെയിൻറ്റും കൂടെ മൾട്ടി കളറൊക്കെ ആയിട്ടാണ് അടിച്ചേക്കണേ. അപ്പം എല്ലാവരും ഈ പ്രോഡക്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം ഇത് ഉണ്ടാക്കാൻ ഒരുപാട് പാടൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം ചിലവുമുണ്ട്. ഈ പൈപ്പിനാണ് മെയിൻ ചിലവ് തന്നെ. കാരണം 4-5 പൈപ്പൊന്നും ആരും ചെറിയ പീസൊന്നും മുറിച്ച് തരില്ല. അപ്പോൾ അത്യാവശ്യം കടക്കാർ നല്ല പൈസ വാങ്ങും. അപ്പോൾ സ്വിച്ച് ആയാലും സാധാ ഒരു നല്ല സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. ഞാൻ SMPC സ്വിച്ച് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ചാർജ് ചെയ്താലും ഒരുപാട് സമയമൊന്നും വേണ്ട. അത്യാവശ്യം പെട്ടെന്ന് ചാർജ് പോകും. നല്ല ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ അടുത്ത് നോബോ ഒന്ന് ബിറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഒരു ചെറിയ നോബോ അല്ലെങ്കിൽ പേനയുടെ റീഫിലിനകത്തുള്ള എന്തെങ്കിലും കയറ്റി വെച്ചാലും മതി. അപ്പോൾ അത്യാവശ്യം പരിപാടി ഒരുപാട് ആൾക്കോൾ വരില്ല. അപ്പോൾ അങ്ങനെ ക്യാപ്പ് ചെയ്യാൻ വെക്കണ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു ഈ മെഷീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഉപയോഗിക്കാനുള്ളൊരു മെത്തേഡും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മേളിലത്തെ മാനുവലായിട്ട് നമുക്ക് സാധാ ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ പോലെ നമുക്കിത് വർക്കിംഗ് ചെയ്യാം. സാധാ ഹാൻഡ് സാനിറ്റൈസർ പോലെ ഞെക്കി കഴിഞ്ഞാൽ വർക്കാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ അടുത്ത വീഡിയോ വരുന്നതാണ്. ബൈ ഗൈസ്.